ഈ സംഭവം 1988 അന്ന് എനിക്ക് ഏകദേശം ഒരു 15 വയസ്സാണ്. അപ്പോൾ എൻ്റെ മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിളിക്കൂട് പോലുള്ള സ്റ്റൈലും ഒരു ഹിപ്പി മോഡലായിരുന്നു എൻ്റെ തലമുടിയൊക്കെ. അപ്പോൾ ആര് കണ്ടാലും ഇങ്ങനെ മുടിമ പിടിച്ചിങ്ങനെ വലിച്ചു, ഇതെന്താ സ്പ്രിങ് ടൈപ്പ് നല്ല ഭംഗിയുള്ള മുടി അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. ആയിരിക്കുന്ന സമയത്താണ് എൻ്റെ വാപ്പ ഒരു പേപ്പറിലൊരു പരസ്യം കണ്ടത്. മനു അങ്കിൾ എന്ന് പറയുന്ന സിനിമയിലേക്ക് കുട്ടികളെ, സൈക്കിൾ ചവിട്ടാൻ അറിയുന്ന കുട്ടികളെ ആവശ്യമുണ്ടെന്ന് വേണ്ടത്. അപ്പൊ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സ്വപ്നം പോലും ഇല്ല, സിനിമയിൽ അഭിനയിക്കണം ഒന്നുമില്ല. ആ സമയത്ത് വാപ്പ എന്നോട് വിളിച്ചിട്ട് എൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് വാപ്പ തന്നെ അയച്ചു കൊടുത്ത് ഈ ലെറ്റർ അവർക്ക് അവിടെ കിട്ടി. അത് വരുന്നതിൻ്റെ തലേ ദിവസം, അതായത് ഈ പടത്തിന്റെ ഇന്റർവ്യൂവിന് വേണ്ടി വിളിക്കുന്നതിന്റെ തലേ ദിവസം എൻ്റെ വാപ്പയുടെ കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും ഞാൻ അവിടെ അടുത്തുള്ള ഒരു ബാർബർ ഷോപ്പിൽ പോയി മുടിയൊക്കെ പറ്റ വെച്ച് വെട്ടി നല്ല പോലീസ് കട്ടായിട്ട് വന്നിരിക്കുകയാണ്. വാപ്പാക്ക് വന്ന കലിപ്പൊന്നും പറയാനില്ല. എന്നിരുന്നാൽ കൂടിയും വാപ്പ എന്നോട് പറഞ്ഞു, നമ്മൾക്ക് ഈ ലെറ്റർ കിട്ടിയത് ഇന്നാണ്, മറ്റന്നാൾ നമുക്ക് ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ അന്ന് എൻ്റെ ഒരു ബന്ധുവിന്റെ കല്യാണം കൂടി ഉണ്ട്. അപ്പോൾ ഇവര് നമ്മളെ ഈ ഫോട്ടോ കണ്ടിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഞാനും വാപ്പയും കൂടി അന്ന് കോട്ടയത്ത് ഹോട്ടൽ എയ്ഡ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ വെച്ചായിരുന്നു ഇന്റർവ്യൂ. ഞങ്ങൾ ബസ്സിൽ പോയി. അപ്പോൾ വാപ്പ എന്നോട് ഒരുപാട് ഉപദേശങ്ങളൊക്കെ തന്നു. അവരിങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയണം, കരയുമ്പോൾ ഇങ്ങനെ കരയണം, ഒക്കെ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. നമ്മൾക്ക് ആകെ ഒരു ടെൻഷനാണ്. ആദ്യമായിട്ടൊരു ഇതിലേക്ക് നമ്മളോട് വാപ്പ പറഞ്ഞപ്പോൾ നമ്മളങ്ങനെ പോകുന്നു. അവിടെ ചെന്ന് തലേ ദിവസം ഞങ്ങൾ റൂം എടുത്ത് താമസിക്കണം ഹോട്ടൽ എയ്ഡയിൽ. പിറ്റേ ദിവസം അവിടെ ഡെന്നിസ് ജോസഫ് സാറ്, ജോയ് തോമസ് സാറ്, അങ്ങനെ ഒരു ക്രൂ അവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്കൊരു പ്രയോറിറ്റി കിട്ടി. കാരണം ഞാൻ അവിടെ തലേ ദിവസം വന്ന് താമസിക്കുന്ന ആളായതുകൊണ്ട് ഞങ്ങൾക്ക് 3-4 കുട്ടികളുടെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് കിട്ടി. ഞാൻ അങ്ങനെ ചെന്ന് വാപ്പ എന്നോട് പറഞ്ഞു, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പോകുക, കുഴപ്പമൊന്നുമില്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. വാപ്പയും കൂടി വന്നു, ഡോറ് തുറന്നു, ഞങ്ങൾ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ എന്നോട് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്ന് ചോദിച്ചു പേരെന്താന്ന് ചോദിച്ചു. പേര് പറഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, താൻ ഈ ഫോട്ടോയിൽ കാണുന്ന ആളല്ലേ, തൻ്റെ മുടി എവിടെ പോയി? അപ്പൊ വാപ്പ പറഞ്ഞു, അവൻ മിനിയാന്ന് പോയിട്ട് അത് വെട്ടി അവിടെ അടുത്തുള്ള ബാർബർ ഷോപ്പിൽ, അതുവരെയും കൊടുങ്ങല്ലൂർ ഒരു അതുല്യ ബ്യൂട്ടി പാർലർ ഉണ്ട്, അവിടെ നിന്നാണ് ഞാൻ ഇന്നേ വരെ അവനെ കൊണ്ട് വെട്ടിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോ ഞാനില്ലാത്ത സമയത്ത് അവൻ പോയിട്ട് ചെയ്ത ഒരു പണിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ തൻ്റെ ഈ ഫോട്ടോ കണ്ടിട്ടല്ലേ ഞങ്ങൾ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് വിളിച്ചത്. ഇനിയിപ്പോൾ ഏതായാലും ഞങ്ങൾക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ഷൂട്ടിങ് തുടങ്ങണം. അപ്പോൾ ഏതായാലും നമുക്കൊരു പണി ചെയ്യാം, ടെൻഷൻ അടിക്കണ്ട. അടുത്തൊരു പടത്തിലൂടെ നമുക്ക് ചാൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് അറിയിക്കാം കേട്ടോ. ഇപ്പൊ ധൈര്യമായിട്ട് പൊക്കോ, പഠിക്കുന്ന പ്രായമല്ലേ, ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ സന്തോഷമായിട്ട് വിട്ടു. ഞാനപ്പോൾ എൻ്റെ മനസ്സിലൊരു സന്തോഷമുണ്ട്. ഭാഗ്യം, ഇത്രയല്ലേ ചോദിച്ചുള്ളൂ, സംഭവം ഏതായാലും കഴിഞ്ഞല്ല. അന്ന് ആ ഒരു പടത്തിന്റെ ഒരു ഭാഗ്യക്കേട് നമ്മളിൽ വന്നത് ഈ മുടി കാരണമായിരുന്നു കേട്ടോ. പിന്നെ രണ്ടാമത്തെ ഒരെണ്ണം വരേണ്ടത്, അതടുത്ത വീഡിയോയിൽ പറയാം.